ഇന്ന് ഞാൻ ആവണങ്ങാട്ട് അമ്പലത്തേക്ക് പോവാണ്. ഇതെൻ്റെ രണ്ടാമത്തെ പെങ്ങളാണ്. ആളാദ്യമായിട്ടാണ് ആവണങ്ങാട്ട് അമ്പലത്തേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തേക്ക് കയറാൻ പോവാണ്. ആവണങ്ങാട്ട് അമ്പലത്തേക്ക് എത്തി. പെങ്ങളാദ്യമായിട്ടാണ് ആവണങ്ങാട്ട് അമ്പലത്തേക്ക് വരുന്നത് കേട്ടോ. ഞാൻ സ്ഥിരം വരുന്നതാണ്. അപ്പം പെങ്ങൾ അമ്പലം കണ്ട്. നീ ഇങ്ങോട്ട് കയറിയിട്ടില്ലല്ലോ. ഇതാണ് ആവണങ്ങാട്ട് മെയിൻ അമ്പലം. ആ നേരെ കാണുന്നതാണ് ആവണങ്ങാട്ട് അമ്പലം. ആ വണ്ടിയുടെ അപ്പുറത്തില്ലേ, അങ്ങോട്ട് കയറാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഇങ്ങോട്ട് സൈഡിൽ എടുത്ത് പാർക്കിങ്ങിൽ ഇടണം വണ്ടി. ഇതാണ് മൂലസ്ഥാനം. അങ്ങനെ ഞാനും പെങ്ങളും കൂടിയിട്ട് നടന്നുകൊണ്ടിരിക്കട്ടാ. അവളെ ആദ്യമായിട്ടാണ് അമ്പലം കാണുന്നത്. നീ കണ്ട നേരെ കണ്ട? അത് അമ്പലമല്ല, അത് പടിപ്പുരയാണ്. ഉള്ളിക്ക് അലൗഡ്. ഉള്ളിക്ക് അലൗഡ് ഇല്ലല്ലോ ഫോണ്. അങ്ങനെ അമ്പലത്തിൽ നിന്ന് തൊഴുത്തിറങ്ങി ഞങ്ങൾ ഇറങ്ങാൻ അടുത്തത് ദേവേക്ക്. ആവണങ്ങാട്ടിൽ നിന്ന് ഇറങ്ങി ഇനി അടുത്തത് ദേവേക്കാണ്. ഇനി ദേവയുണ്ട്, കണ്ണടിക്കാവുണ്ട്. ഇനി നമ്മൾ ദേവയിലും പോവാം. ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് വരണപ്പോ ഇല്ല, ഇതാണ് മെയിന്. ഇനിയിപ്പോൾ അടുത്തത് ദേവ ഇനി കഴിഞ്ഞാല് കാനാടിക്കാവ്. അപ്പൊ നമ്മൾ അടുത്ത അമ്പലത്തേക്ക് പോവാട്ടാ. ദേവര് പോവാണ്. ഇത് നേരെ കണ്ടത് വീടിന്റെ ഗേറ്റാണ്. ഇതാണ്, ഇതിന്റെ ഉള്ളിലാണ് അമ്പലം. ഉള്ളില് സെക്യൂരിറ്റി കാര്യങ്ങൾ. ഇവിടെ നമ്മള് പാർക്കിംഗ് ഇട്ടിട്ട് അമ്പലത്തേക്ക് പോവാം. അപ്പൊ അമ്പലത്തിന്റെ ഇതാണ് രണ്ടാമത്തെ അമ്പലം, ദേവസ്ഥാനം. എന്റെ പാർക്കിംഗ് കേട്ടത്. അപ്പൊ നമുക്ക് ഈ അമ്പലത്തേക്ക് പോവാം. അമ്പലം നേരെ കാണുന്നതാണ് അമ്പലം. അമ്പലം കണ്ട ജിനേരി എക്സ്പ്രഷൻ എടുക്ക്. നല്ല ആദ്യമായിട്ട് കണ്ട ഒരു സന്തോഷം. കുറെ നാളായി കാണണം വിചാരിക്കുന്നു. അപ്പൊ ഞങ്ങള് ദേവയിലും കൂടി വന്നു. നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ്. വിഷ്ണുമായ പാർവതി പരമേശ്വരന്റെ മോനാ ഞാൻ എപ്പോഴും അറിയുന്നത്. പിന്നെ അറിഞ്ഞോടെ വിഷ്ണുമായ സ്വാമി അറിയണ്ടായിരുന്നില്ല. ശിവപുത്രൻ തന്നെയല്ലേ. അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ ദർശനമൊക്കെ കഴിഞ്ഞു ദേവത്തെ. ഇനി നേരെ കാനാടിക്കാവിക്ക് പോവാട്ടാ. ഇനി അടുത്ത അമ്പലം കാണാം. കാണുന്ന വീട് ഇതാണ് അമ്പലം. ഇതിനെ കണ്ടിട്ട് പുറത്തുനിന്ന് കണ്ടിട്ട് ഉള്ളി കയറിയിട്ടില്ല അല്ലേ കണ്ണാ? എങ്ങനെയുണ്ട് ഈ മൂന്നാമത്തെ അമ്പലത്തിൽ വന്നിട്ട്? ഏതമ്പലത്തിൽ വന്നപ്പോ ഏറ്റവും മനസ്സിന് തോന്നിയത്, ഒരു ഫീൽ തോന്നി? മൂന്നമ്പലമൊക്കെ കണ്ടപ്പോ ഒരു എന്താ പറയാ, ആദ്യമായിട്ട് കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു അമ്പലം. അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. ഒരു അമ്പലത്തിൽ വരുമ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു ഒരു ഷോക്ക് മാറ്റിണ്ടാവും. നമുക്ക് താല്പര്യം കൂടുതൽ ഏത് സമയം കാണുമ്പോൾ അങ്ങനത്തെ ഒരു ഫീലിങ്, സന്തോഷം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കാനാടിക്കാവ് അമ്പലങ്ങൾ, എല്ലാ അമ്പലങ്ങളും പെരിങ്ങോട്ടൂർ കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഇറങ്ങാണ് ഇവിടുന്ന് കേട്ടോ.